ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ബിരിയാണി, നെയ്ച്ചോറ്, കപ്സ, മന്തി അങ്ങനെയുള്ള എല്ലാ റൈസും വെക്കാറുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ടും അതേ സ്ഥാനത്ത് എല്ലാ റൈസിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്, കബാലിയത്ത്. കബാലിയത്ത് ഇപ്പോൾ അധിക പേരും അറിഞ്ഞിട്ടും കഴിച്ചിട്ടും ഉണ്ടാവും. അപ്പം അതിൻ്റെ ടേസ്റ്റ് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. ഒരു വെറൈറ്റി, സാധാരണ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ റൈസിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റുമാണ്. അതേ സ്ഥാനത്ത് നല്ല ഈസിയുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പാർട്ടികളിലെല്ലാം വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് ആയിട്ടാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ഇനാബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തത്. 2 വലിയ സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. നമുക്ക് എത്രയും നേർങ്ങനാക്കി എടുക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് അരിയാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 3 പച്ചമുളകാണ്. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ചും എടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള നല്ലവണ്ണം ഒന്ന് വയന്ന് കിട്ടണം. അപ്പോൾ സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കെല്ലാം ആഡ് ചെയ്യൂ. അപ്പോൾ ഉപ്പ് അധികം ആദ്യം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സവാള വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. സവാള ഇട്ട ഉടനെ തന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതിപ്പോൾ ഏകദേശം സോഫ്റ്റായ സമയത്താണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നല്ലോണം ഒന്ന് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലവണ്ണം അടിഞ്ഞു കിട്ടണം. അതാണ് ഈ മസാലേൻ്റെ മെയിൻ ടേസ്റ്റ്. ഇതിപ്പോൾ ഇവിടെ ഏകദേശം സവാള നല്ലവണ്ണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് മാഗിയുടെ ചിക്കൻ ക്യൂബാണിത്, ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ അത് ഞാൻ മെല്ലെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചിക്കൻ സ്റ്റോക്ക് ഇടല്. ഇത് ഞാൻ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വേണ്ടത് കപ്സ മസാലയാണ്. കപ്സ മസാല ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കപ്സ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം അധികം ഉപ്പിടരുത് എന്ന് പറഞ്ഞത്. കാരണം അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആദ്യം സവാള വഴറ്റുമ്പോൾ ഉപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. മസാലേൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കനാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചിക്കൻ എടുത്തത്. ഒരു മീഡിയം സൈസിൽ പിന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക ചിക്കനെ മുറിച്ചിട്ട്. അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ സവാളയും മസാലയും നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലേക്ക് ഞാൻ മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. ഇനി അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനെ ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കനും കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ചിക്കനും അത്യാവശ്യം വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒരു 3/4 ഇനി വെറ്റിച്ചെടുക്കാനുണ്ട്. നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലേൻ്റെ മെയിൻ ടേസ്റ്റ് ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ വരുത്താണ്. അപ്പോൾ എല്ലാവരും കുരുമുളക് പൊടി പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. നിങ്ങൾ എരിവിന് ആദ്യം പച്ചമുളക് ഇട്ടതും മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് എപ്പോൾ ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറാണ്. ഈ മസാല മെയിൻ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു ചെറിയ ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ ക്യാരറ്റാണ്. ഈ ഒരു സമയം നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ കുരുമുളക് പൊടിയും ക്യാരറ്റും ക്യാപ്സിക്കം എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഒന്നും അധികം വെന്ത് പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാപ്സിക്കം അധികം വെന്ത് പോയാൽ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും. അപ്പോൾ ഇതിപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല. ഈ ഇതിലുള്ള ബാക്കി വെള്ളം കൂടി കുറച്ചൊന്ന് വെറ്റിച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്സിക്കവും ക്യാരറ്റും നല്ല കറക്റ്റ് വേവിൽ കിട്ടും. ഇതിപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് കൂടി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഏകദേശം 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം അത്യാവശ്യം വെറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഹാൻഡ്ഫുള്ള് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഒരു ഹാൻഡ്ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില അധികം എടുക്കണ്ട, മല്ലിയിലും കുറച്ച് കൂടിയാലും സാരമില്ല. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഒരു ഹാൻഡ്ഫുള്ള് ഞാൻ പറഞ്ഞത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങയുടെ പകുതി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ പുളിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചെറുനാരങ്ങ നീര് പിഴിയുന്നത് മാത്രമാണ്. ചെറുനാരങ്ങ നീര് തന്നെ പിഴണം കേട്ടോ. ഇനി സുറുക്കിയൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ മസാല റെഡിയായി. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഏകദേശം ഒരു ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടി നല്ലൊരു പരുവായിട്ടുണ്ട്. ഇത് ഈ ഒരു മസാലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ തയ്യാറാക്കിയിട്ട് തന്നെ അത് നോക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചൂടായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീ ഇട്ടാൽ മാത്രമേ നമ്മളെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഗീ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി 3 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കുക. 2 കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുക്കുക. 3 ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഞാൻ 1.5 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ 1.5 കപ്പ് റൈസിന് ഞാനിവിടെ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്ര കപ്പാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റണം. ഇതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ സ്റ്റോക്ക്. അതേപോലെ 1 ടീസ്പൂണ് കപ്സ മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അരി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ മുന്നേ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ലെമണും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ റൈസ് നല്ല വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യുക. റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ 1.5 കപ്പ് റൈസ് ഞാൻ നല്ലോണം കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് റൈസ് വേണമെങ്കിൽ ഒരു 20 മിനിറ്റ് കഴുകി കുതിർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ റൈസ് നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തതിൻ്റെ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. 20 മിനിറ്റിന്റെ ഉള്ളിൽ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കണം. അപ്പൊ നമുക്ക് ഇതൊരു 20 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിലിപ്പം വെള്ളം 3/4 വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വറ്റാൻ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മളെ മസാലയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോളം മസാല ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ മസാലയുടെ ആ ഒരു ഫ്ലേവർ ചോറിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഇത് ദമ്മൊന്നും ചെയ്യൂല. അപ്പോൾ ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇവിടെ മൊത്തം 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് മസാല മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് കംപ്ലീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റൈസെല്ലാം വേറിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു മസാലേൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിത് തയ്യാറാക്കി കഴിച്ച് നോക്കിയിട്ട് തന്നെ അറിയണം. നമ്മൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ഇതിലിട്ട ആ ഒരു ചിക്കൻ സ്റ്റോക്ക്, നമ്മുടെ കപ്സ മസാല, അതിൻ്റെ എല്ലാം ഫ്ലേവറിൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ബിരിയാണി. നമ്മുടെ പാർട്ടികളിലും പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ എല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണിത്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നതിലും ഈസിയുമാണ്, അതേ സ്ഥാനത്ത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.